കേരള മുഖ്യമന്ത്രി ആര് എന്നുള്ളതിൽ അവസാനവട്ട ചർച്ചകളാണ് നടക്കുന്നത്. ഏറെ ആകാംക്ഷ നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് KPCC ആസ്ഥാനത്ത് എന്താണ് നടക്കുന്നത് എന്നുള്ളത് അറിയാം. അവിടെ നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, 1 മണിക്കൂറിനുള്ളിൽ തന്നെ കേരള മുഖ്യമന്ത്രി ആര് എന്നറിയാൻ കഴിയും എന്നാണ് മനസ്സിലാക്കുന്നത്. എല്ലാ ക്യാമ്പുകളും സജീവമാണ്. അത് KC ആയാലും RC ആയാലും VD ആയാലും എല്ലാ അണികളും ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. KPCC മന്ദിരത്തിൽ നിന്നുള്ള വിവരങ്ങൾ എന്താണ് വരുന്നത്? രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് എല്ലാ ക്യാമ്പുകളും സജീവമായി നിൽക്കുന്നൊരു സാഹചര്യമാണുള്ളത്. അത് KC-യുടെ ആയാലും ശരി, RC-യുടെ ആയാലും ശരി, അതോടൊപ്പം തന്നെ VD സതീശൻ്റെ ആയാലും ശരി, എല്ലാ ക്യാമ്പുകളും വലിയ ആവേശത്തിലാണ്. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് എല്ലായിടത്തും ഇത്തരത്തിൽ ആഘോഷങ്ങൾ അവരവരുടേതായ രീതിയിൽ തുടങ്ങി ആരംഭിച്ചു എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതായത് രമേശ് ചെന്നിത്തലയുടെ വീട്ടിലായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് KC വേണുഗോപാലിൻ്റെയും അതോടൊപ്പം തന്നെ VD സതീശൻ്റെയും വീട്ടിലായിക്കോട്ടെ, ഇവിടെയെല്ലാം ആഘോഷങ്ങൾ ആരംഭിച്ചു എന്നൊരു വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ കൂടുതലൊരു വ്യക്തതയിലേക്ക് എത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇനി പ്രഖ്യാപനം മാത്രം കാത്തു നിൽക്കുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും KPCC ആസ്ഥാനത്തേക്കാണെങ്കിൽ KPCC ആസ്ഥാനത്ത് നിരവധി നേതാക്കൾ ഓരോരുത്തരായിട്ട് ഇങ്ങോട്ട് എത്തിത്തുടങ്ങുന്ന ഒരു സാഹചര്യം ആണ് നിലനിൽക്കുന്നത്. സണ്ണി ജോസഫ് ഇവിടെ രാവിലെ തന്നെ KPCC ആസ്ഥാനത്ത് പ്രഖ്യാപനം നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു നേതാക്കളും ഇപ്പോൾ ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ മണിക്കൂറുകൾ കടന്നുപോകുന്ന വളരെ ഉദ്വേഗജനകമായിട്ടുള്ള മണിക്കൂറുകളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആരാകും മുഖ്യമന്ത്രി എന്നതടക്കമുള്ള ഒരു ആകാംക്ഷ നിറഞ്ഞ മണിക്കൂറുകളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെ ആകാംക്ഷ നിറഞ്ഞ മണിക്കൂറുകളിലൂടെ കടന്നു പോകുകയാണ്. കഴിഞ്ഞ 10 ദിവസമായി തുടരുന്ന ഒരു ആകാംക്ഷയാണ് ഈ അതായത് മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിൽ. ആ മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്താൻ ഇതുവരെ കഴിയാത്ത സാഹചര്യമാണുള്ളത്. അവസാനപ്പെട്ട നീക്കം കടന്ന നിലയിലുള്ള യോഗം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യോഗത്തിലോടുകൂടി തന്നെ, അതായത് രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ AICC അധ്യക്ഷനുമായിട്ടുള്ള യോഗമാണ് ഇപ്പോൾ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു തീരുമാനമുണ്ടാകുമെന്നത് തന്നെയാണ് ഈ പ്രവർത്തകരടക്കം ഇവിടേക്ക് ഉറച്ചു വിശ്വസിക്കുന്നത്. അതിൻ്റെ ആ പ്രവർത്തകരടക്കം ഇത് തന്നെയാണ് വിശ്വസിക്കുകയും ചെയ്യുന്നത്. നിരവധി പേരാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലൂടെ അടക്കം കാണാൻ സാധിക്കുകയും ചെയ്യുന്നു. എന്തായാലും ഈ സമാനതകളില്ലാത്തൊരു പ്രതിസന്ധി നേരിടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഈ 10 ദിവസം പ്രവർത്തകരടക്കം വലിയ രീതിയിൽ പരിഹാസത്തിനിരയായ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഈ പല സിനിമകളിലൊക്കെ പറയുന്നത് പോലെ തന്നെ, ഈ തേങ്ങ ഉടക്കെന്ന് പറയുന്നത് പോലെ തന്നെ ആ ഒരു സാഹചര്യം രൂപപ്പെടുന്ന ഒരു നിലയിലുണ്ടായിരുന്നു. ഇത്തരത്തിലൊരു വിജയം കൈവരിച്ചതിന് ശേഷവും ആ വിജയം ആഘോഷിക്കാൻ പ്രവർത്തകർക്ക് കഴിയാത്ത ഒരു സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ 10 വർഷത്തെ പിണറായി ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടാണ് UDF അധികാരത്തിലേക്ക് വരുന്നത്. മൃഗീയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തുമ്പോഴും വിജയത്തെ ആഘോഷിക്കാൻ കഴിയാത്തൊരു സാഹചര്യം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണുള്ളത്. ആ മണിക്കൂറുകൾക്കുള്ളിൽ ഈ മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിലൊരു വ്യക്തത ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ പ്രവർത്തകരടക്കം വിശ്വസിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രഖ്യാപനം കാത്തുകൊണ്ട് തന്നെ നിരവധി പ്രവർത്തകർ തലസ്ഥാനത്തുള്ളവരും അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ ജില്ലകളിൽ നിന്നടക്കമുള്ള പ്രവർത്തകർ ഇവിടേക്ക് KPCC ആസ്ഥാനത്തേക്ക് എത്തുന്ന സാഹചര്യമൊക്കെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഉദ്യോഗജനകമായിട്ടുള്ള നിമിഷങ്ങളിലൂടെ തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അതിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും, അതിലേക്ക് എത്തുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്തായാലും നിരവധി പ്രവർത്തകരാണ് ഇവിടേക്ക് എത്തുന്നത്. കഴിഞ്ഞ 10 ദിവസം ആ 10 ദിവസത്തിൻ്റെ കാത്തിരിപ്പിനൊരു വിരാമം ഇന്ന് ഉണ്ടാകും എന്ന് തന്നെ വേണം കരുതേണ്ടിയിരിക്കുന്നത്. ഇനിയും എല്ലാ കണ്ണുകളും ഡൽഹിയിലേക്ക് ആണ്. എല്ലാ കണ്ണുകളും ആ പ്രഖ്യാപനം കാത്താണ് നിൽക്കുന്നത്. അതിലേക്ക് തന്നെയായിരിക്കും ഇനി ഈ ഏവരും ഉറ്റുനോക്കുകയും ചെയ്തത്. ഇനി മണിക്കൂറുകൾ മാത്രമാണ്. ആ മണിക്കൂറുകൾക്ക് ശേഷം ശരി പ്രശാന്തിലേക്ക് എത്താം. ഒരു ഭാഗത്ത് ഡൽഹിയിൽ ചർച്ച പുരോഗമിക്കുന്നു. അതിനിടയിൽ തന്നെ എല്ലാ ക്യാമ്പുകളും സജീവമാകുന്നു. KPCC ആസ്ഥാന മന്ദിരത്തിൽ പ്രവർത്തകർ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. പലയിടങ്ങളിലും ഇങ്ങനെ പ്രവർത്തകരും അണികളും ഒക്കെ എത്തിച്ചേരുകയാണ്. അങ്ങേയറ്റം ഉദ്വേഗജനകമായ നിമിഷങ്ങൾ തന്നെയാണ്. നമുക്ക് VD സതീശന്റെ വസതിയിലേക്ക് പോകാം. അവിടെ നമ്മുടെ പ്രതിനിധി നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, VD സതീശന് മുൻതൂക്കം എന്നുള്ള ചില സൂചനകൾ വരുന്നുണ്ട്. ലീഗിന്റെ സമ്മർദ്ദത്തിന് ദേശീയ നേതൃത്വം വഴങ്ങി എന്നുള്ള ചില സൂചനകളും. എന്തായാലും അവിടെ ആഘോഷത്തിനുള്ള ഏതെങ്കിലും രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ കാണാൻ കഴിയുന്നുണ്ടോ നിഷ? നമുക്ക് നിഷയിലേക്ക് എത്താം. ഇപ്പോൾ ചർച്ചയ്ക്ക് ശേഷം രാഹുൽ പുറത്തേക്ക് വരുന്നുണ്ട് എന്നുള്ള ചില സൂചനകളാണ് വരുന്നത്. ദിലീപ് ചേരുന്നുണ്ട്. ദിലീപ്, ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ ലഭ്യമാകുന്നുണ്ടോ? ദിലീപ്, അറിയാൻ കഴിയുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? രോഹിണി, അല്പസമയം മുമ്പാണ് രാഹുൽ ഗാന്ധി
രോഹിണി, അല്പസമയം മുമ്പാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ചർച്ചയ്ക്ക് ശേഷം ഇപ്പോഴാണ് അദ്ദേഹം പോയിരിക്കുന്നത്. എന്നാൽ നിലവിൽ എന്ത് തീരുമാനമായി എന്നതിന് അന്തിമ റിപ്പോർട്ട് നൽകിയിട്ടില്ല, അല്ലെങ്കിൽ അന്തിമമായിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ എന്തായാലും ചർച്ച കഴിഞ്ഞു, രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നു. നന്ദൻ, എങ്ങനെയാണ് ഇനി അടുത്ത മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉടൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ദിലീപ്, തീർച്ചയായിട്ടും അല്പസമയത്തിനകം തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളതാണ് കരുതേണ്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ചർച്ചകൾ കഴിഞ്ഞ് രാഹുൽ മടങ്ങിയിരിക്കുകയാണ്. ഇനി പക്ഷേ ഒരു വാർത്താ സമ്മേളനത്തിലൂടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകാൻ ഇടയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു വാർത്താക്കുറിപ്പിലൂടെ ആയിരിക്കും പക്ഷേ ഇത്തരമൊരു മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോഴും വ്യക്തമായ സൂചനകളോ വിവരങ്ങളോ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല. അതായത് രാഹുലാണോ, വി.ഡി. സതീശനാണോ, രമേശ് ചെന്നിത്തലയാണോ മുഖ്യമന്ത്രി എന്നുള്ളത് ഇനിയും ഉറപ്പിച്ച് പറയാൻ കഴിയിട്ടില്ല. ലീഗിന് സമ്മർദ്ദം ചെലുത്തുന്നത് വി.ഡി. സതീശന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ AICC നേതൃത്വത്തിൽ തന്നെ ഒരു വിഭാഗം കൃത്യമായി KC വേണുഗോപാലിന് വേണ്ടി ചരട് വലിക്കുന്നുണ്ട്. ഏതാണ്ട് കഴിഞ്ഞ ഒരാഴ്ചയായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഈ ചർച്ചയിലൊക്കെ തന്നെ 3 നേതാക്കളെയും ഒറ്റയ്ക്കൊറ്റയ്ക്കിരുത്തിയും കൂട്ടമായി ഇരുത്തിയും ഒക്കെ തന്നെ ചർച്ച ചെയ്തിരുന്നു. ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചർച്ചകൾ നടത്തിയപ്പോൾ വി.ഡി. സതീശൻ KC വേണുഗോപാലിനെതിരെ പൊട്ടിത്തെറിക്കുന്ന രീതിയിലുള്ള ചില പരാമർശങ്ങൾ രാഹുലിനോട് നടത്തിയെന്നുള്ളതാണ്. അതായത് കേരളത്തിലെ വലിയ ഇത്തരമൊരു സംഘർഷഭരിതമായ അവസ്ഥയുണ്ടാകാൻ കാരണം അത് KC വേണുഗോപാലാണ് എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ താൻ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നില്ല, അല്ലെങ്കിൽ താൻ ഇതിന് തുനിയുന്നില്ല എന്നുള്ളത് രാഹുൽ പ്രഖ്യാപിച്ചെങ്കിലും പിന്നീട് പെട്ടെന്ന് കേരളത്തിൽ ഇത്രമാത്രം വലിയൊരു ഭൂരിപക്ഷം കോൺഗ്രസിന് ലഭിച്ചപ്പോൾ ദേശീയ രാഷ്ട്രീയം വിട്ട് കേരളത്തിലേക്ക് KC വേണുഗോപാൽ എത്തിയത് KCയുടെ സ്ഥാനമോഹത്തിന് കൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ്. KC ഇപ്പോൾ നിലവിൽ സുരക്ഷിതമായ ഒരു സ്ഥാനത്താണ്, ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗമായി നിലനിൽക്കുന്നു. എങ്കിൽ തന്നെയും ഒരു കാരണവശാലും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന് പറഞ്ഞ KC പെട്ടെന്ന് സംസ്ഥാനത്ത് കേരളത്തിൽ അഭൂതപൂർവമായ ഭൂരിപക്ഷം കോൺഗ്രസിന് ലഭിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരുവാൻ താല്പര്യം പ്രകടിപ്പിച്ചത് ഈ സ്ഥാനമോഹം ഒന്നുകൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ്. മാത്രമല്ല, സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ ചേരിതിരിഞ്ഞുള്ള നേതാക്കൾ ചേരിതിരിഞ്ഞ് അണികൾ പ്രകടനം നടത്തുവാനും ഫ്ലെക്സ് യുദ്ധങ്ങൾ നടത്തുവാനും കാരണം അത് KCയുടെ നിലപാടാണ് എന്നുള്ളതാണ്. KC ഇത്തരത്തിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടുന്നത് വരെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും സംസ്ഥാന രാഷ്ട്രീയത്തിലില്ല എന്നുള്ളതാണ് വി.ഡി. സതീശൻ രാഹുലിന് മുന്നിൽ വ്യക്തമാക്കിയത്. അതായത് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാതിരുന്ന സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് KCയുടെ കടന്നുവരവോടുകൂടി വലിയ പൊട്ടിത്തെറികളും വലിയ പ്രശ്നങ്ങൾക്കും വഴിവെച്ചു എന്നുള്ളതാണ് പ്രധാനമായും വി.ഡി. സതീശനടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും രാഹുൽ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാകുമെന്നുള്ളതാണ്. രാഹുൽ സ്വീകരിക്കുന്ന നിലപാടനുസരിച്ചാകും ഇതിൻ്റെ ഒരു പ്രഖ്യാപനം എന്നുള്ളതും അറിയാൻ കഴിയുന്നു. ഏതായാലും രമേശ് ചെന്നിത്തലയുടെ പേര് എവിടെയും ഉയർന്നു കേൾക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രമേശ് ചെന്നിത്തലയ്ക്ക് സാധ്യതകൾ കൂടുതൽ മങ്ങുന്നു എന്നുള്ളതാണ്. രമേശ് ഉയർത്തിയ സീനിയോറിറ്റി വാദങ്ങളൊന്നും തന്നെ ദേശീയ നേതാക്കൾ AICC നേതൃത്വം അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം കൃത്യമായ ചരടുവലികൾ വി.ഡി. സതീശന് വേണ്ടി നടത്തുന്നത് മുസ്ലിം ലീഗാണ്. ലീഗിൻ്റെ തിട്ടൂരങ്ങൾക്ക് മുന്നിൽ AICC നേതൃത്വം വഴങ്ങിയെന്നാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. നേരത്തെയും ലീഗിന് മുന്നിൽ, ലീഗിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് മുഴുകിൽ വഴങ്ങിയ ചരിത്രമാണ് കേരളത്തിലെ കോൺഗ്രസിനുള്ളത്, ദേശീയ രാഷ്ട്രീയത്തിൽ AICC നേതൃത്വത്തിനുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ വയനാട് അസംബ്ലി മണ്ഡലം കാണിച്ചുകൊണ്ടാണ് ഈ ലീഗ് AICC നേതൃത്വത്തെ ഭീഷണിപ്പെടുത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ വളരെ സേഫായിട്ടുള്ളൊരു മണ്ഡലം, അതായത് രാജ്യത്തെ ഏത് കോൺഗ്രസ് നേതാക്കൾക്കും വന്നു നിന്ന് മത്സരിച്ചാൽ ലീഗിൻ്റെ പിന്തുണയോടുകൂടി ജയിക്കാൻ സാധിക്കുന്ന ഒരു മണ്ഡലം അത് വയനാട് മാത്രമാണ്. തങ്ങളുടെ പിന്തുണയില്ല എങ്കിൽ വയനാട്ടിൽ ഒരു കോൺഗ്രസ് നേതാക്കളും വിജയിക്കില്ല എന്നുള്ളതാണ് പ്രധാനമായും ലീഗ് ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ ഇനി ആർക്കെങ്കിലും പ്രിയങ്കയ്ക്കടക്കം വീണ്ടും അവിടെ മത്സരരംഗത്തേക്ക് എത്തണമെങ്കിൽ ലീഗിൻ്റെ പിന്തുണ അനിവാര്യമാണ്. അങ്ങനെ ലീഗിൻ്റെ പിന്തുണ വേണമെങ്കിൽ തങ്ങൾ പറയുന്ന വാദമുഖങ്ങൾ കൂടി അംഗീകരിക്കണമെന്നുള്ളതാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുന്നത്. ആ വാദമുഖങ്ങൾക്ക് മുന്നിൽ AICC നേതൃത്വം എത്രമാത്രം വഴങ്ങി എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. അങ്ങനെ ലീഗിൻ്റെ തിട്ടൂരങ്ങൾക്ക് മുന്നിൽ, അല്ലെങ്കിൽ ലീഗിൻ്റെ ഭീഷണിക്ക് മുന്നിൽ ഈ AICC നേതൃത്വം വഴങ്ങിയെങ്കിൽ സ്വാഭാവികമായും വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതിനൊക്കെ അപ്പുറത്തേക്ക് KCയുടെ വാദമുഖങ്ങളാണ് AICC നേതൃത്വം അംഗീകരിച്ചിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായും അത് KCക്ക് അനുകൂലമായ നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഏതായാലും ഇനിയൊരു വാർത്താ സമ്മേളനം ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ. പകരം ഒരു വാർത്താക്കുറിപ്പിലൂടെ കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനാകും AICC നേതൃത്വത്തിൻ്റെ തീരുമാനം. ശരി, എന്തായാലും രാഹുലിന്റെ നിലപാട് എന്താണ് എന്നുള്ളത് അറിയാൻ സാധിക്കും അല്പ നിമിഷങ്ങൾക്കകം തന്നെ. ഇവിടെ ആർക്കാണ് മേൽക്കോയ്മ എന്നുള്ളത് തന്നെയാണ്. നമുക്ക് വി.ഡി. സതീശന്റെ വസതിയിൽ നിന്ന് നിഷ ദിലീപ് കൂടി ചേരുന്നുണ്ട്. നിഷ, വി.ഡി. സതീശന് മുൻതൂക്കം എന്നുള്ള ചില സൂചനകൾ വരുന്നുണ്ട്. അവിടെ ഏതെങ്കിലും രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ ദൃശ്യമാകുന്നുണ്ടോ?
രോഹിണി, ഇവിടെ ആ രീതിയിലുള്ള സൂചനകൾ ഈ ഞാനിപ്പോൾ നിൽക്കുന്ന വീടിന് പുറത്താണ്. ഈ പ്രവർത്തകർക്ക് കിട്ടിയിലേക്ക് ആ രീതിയിലുള്ള സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും വളരെ ആവേശത്തിൽ തന്നെയാണ് VD ക്യാമ്പ് ഉള്ളത്. എല്ലാവരും ആ ഒരു അനുകൂല തീരുമാനത്തിനായി തന്നെ കാത്തു നിൽക്കുന്ന ആളുകളാണല്ലേ? ചേട്ടാ, നല്ല പ്രതീക്ഷകൾ തന്നെയാണ്. ഇതൊന്നും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. അത് അദ്ദേഹം തീരുമാനിക്കും. നല്ല പ്രതീക്ഷയാണ്. VD സതീശനെ അനുകൂലിക്കുന്ന ആളുകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രാവിലെ മുതൽ തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളെ കൊണ്ട് ഈ VD സതീശന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയൊക്കെ തന്നെ നിറഞ്ഞിരിക്കുകയാണ്. ശരി നിഷ, എന്തായാലും നമുക്ക് ആ